ഇത് അടുക്കളയുടെ ടാപ്പാണ്. ഇതിനൊരു ലീക്ക് ഉണ്ട് കണ്ടോ. ടാപ്പ് പൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നന്നാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ആദ്യം ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ ടാപ്പ് അത് ഓഫാക്കണം. എന്നിട്ട് ആ ടാപ്പിൻ്റെ അവിടെയുള്ള ആ സ്ക്രൂ അഴിക്കണം. ഈ സ്ക്രൂവിൻ്റെ മുകളിലൊരു അടപ്പുള്ളതാണ്. ഈ ടാപ്പിൻ്റെ അടപ്പ് പോയതാണ്. അടപ്പ് സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് തട്ടി തുറക്കാവുന്നതാണ്. അത് തുറന്നതിന് ശേഷമാണ് ഈ ടാപ്പിൻ്റെ സ്ക്രൂ അഴിക്കുന്നത്. സ്ക്രൂ അഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ആ ഒരു നട്ടുണ്ട്. ആ നട്ട് പ്ലെയർ വെച്ചോ അല്ലെങ്കിൽ സ്പാനർ വെച്ചോ നമുക്ക് അതഴിക്കാം. അത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അതിനുശേഷം പുതിയ നമ്മൾ ഊരിയെടുത്ത ആ സാധനത്തിന് പകരം പുതിയ ഒരെണ്ണം വെക്കുക. നമ്മൾ കടയിൽ നിന്ന് അത് 100 രൂപയ്ക്ക് താഴെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് വാങ്ങിച്ച് വെക്കുക ആ ഭാഗം. എന്നിട്ട് അതിൻ്റെ നട്ട് അടിച്ചതുപോലെ തന്നെ മുറുക്കുക. ഇനി നമ്മുടെ ടാപ്പിൻ്റെ കൈ പിടിക്കുന്ന ഭാഗം ഇടണം. അതിന് സ്ക്രൂ അതിനകത്ത് കയറ്റി വെക്കണം. സ്ക്രൂ ആണ് അതിനുള്ളത്. ഇനി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് മുറുക്കണം. ഇത് മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു അടപ്പുള്ളതാണ്. ആ അടപ്പ് ഇതിൻ്റെ പോയതാണ്. അത് ഉണ്ടെങ്കിൽ ആ അടപ്പ് വെക്കണം. എന്നിട്ട് മെയിൻ ടാപ്പ് തുറക്കണം. ടാങ്കിന് വരുന്ന ടാപ്പ്. ഇതിന് ശേഷം നമ്മുടെ ടാപ്പ് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ലീക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ ടാപ്പ് മൊത്തത്തിൽ മാറാതെ നമുക്ക് 100 രൂപ താഴെ കിട്ടുന്ന ഈ സാധനം മാറിയതുകൊണ്ട് നമുക്ക് ലീക്ക് പരിഹരിക്കാം.